അബാൻഡൻ. എന്തെങ്കിലും ഒരു കാര്യത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ അബാൻഡൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത്. അതിനെ ലീവ് അല്ലെങ്കിൽ ഫോർസേക്ക് എന്ന് പറയും. എബേസ്, താഴ്ത്തുക, തരം താഴ്ത്തി സംസാരിക്കുക. ഒരാളെ നമ്മൾ കളിയാക്കുക, അല്ലെങ്കിൽ അയാളെ ഡീഗ്രേഡ് ചെയ്യുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള വാക്കിൻ്റെ സിനോണിമാണ് എബേസ്. ഇനി അബാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുമായിട്ട് ഏകദേശം സിമിലറായിട്ട് വരുന്നൊരു വാക്ക് തന്നെയാണ് അബാഷ്. അതായത് ഒരാളെ നമ്മൾ കളിയാക്കി പറയുന്നതിനെ, ഇപ്പോൾ ഒരു കുട്ടി ഭയങ്കര നാണക്കാരിയാണ്, അപ്പോൾ അവളുടെ ആൾക്കൂട്ടത്തിന് മുമ്പിൽ അവളുടെ നാണത്തെ പറഞ്ഞ് കളിയാക്കുക. ഇതൊക്കെയും അബാഷ് എന്ന വാക്കുകൊണ്ട് പറയാം. അതിന് എംബരാസ് അല്ലെങ്കിൽ ഡിസ്കൺസേർട്ട് എന്ന് പറയും. ഇനി അബേറ്റ്. അബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യം ശമിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് അബേറ്റ്. ഡിക്രീസ്, ലെസൺ അല്ലെങ്കിൽ ഡിമിനിഷ്. അബെറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഒരാളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക, ഈ അർത്ഥങ്ങളൊക്കെയും അബെറ്റ് എന്നുള്ള വാക്കിന് വരും. ഇനി അബൈഡ്. അബൈഡ് നമ്മൾ പിന്നെയും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അനുസരിക്കുക. എൻഡ്വയർ അല്ലെങ്കിൽ ടോളറേറ്റ് എന്നുള്ള അർത്ഥമാണ് അബൈഡ് എന്നുള്ള വാക്കിന് അർത്ഥമായിട്ട് വരുന്നത്. ഇനി ആബ്ജെക്റ്റ്. അബ്ജെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത, തീരെ ആ ഒരു സിറ്റുവേഷനോട് നമുക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നും പറ്റില്ല, മിസറബിൾ ആയിട്ടുള്ളൊരു കാര്യത്തെയാണ് അബ്ജെക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അബോളിഷ്. അബോളിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതാക്കുക, തീർത്തും അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കുക, അതാണ് അബോളിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മൾ പറയില്ലേ പണ്ടത്തെ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തു എന്നൊക്കെ, ജാതീയതയും തൊട്ടുകൂടായ്മയൊക്കെ നിർത്തലാക്കി എന്ന് പറയുന്നതിനെ നമ്മൾ അബോളിഷ് എന്നുള്ള വാക്ക് കൊണ്ട് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? അബാൻഡൻ, അബേസ്, അബാഷ്, അബേറ്റ്, അബെറ്റ്, അബൈഡ്, ആബ്ജെക്റ്റ് ആൻഡ് അബോളിഷ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം.